ലക്ഷ്യമുള്ളവൻ്റെ കൂടെയേ മറ്റൊരു ലക്ഷ്യമുള്ളവൻ കൂടുകയുള്ളൂ. നമ്മുടെ പല വീഡിയോകൾക്കും താഴെ വരുന്നൊരു കമൻറ്റ്, പ്രധാനപ്പെട്ട ചോദ്യത്തോടു കൂടിയുള്ള കമൻറ്റാണത്, എങ്ങനെ ഒരു ബിസിനസ്സിന് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യും? പല ബിസിനസ്സുകാരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അടുത്ത 5 വർഷത്തേക്കുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ എന്താണ്? എന്തൊക്കെയാണ് ഓരോ ഇയറിലും ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ബിസിനസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്നോവേറ്റീവ് ആക്കാൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്യേണ്ടത്? കോമ്പറ്റീഷനെ നമ്മൾ ബീറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? R&D നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏതൊക്കെ ടീമിനെ, ഏതൊക്കെ കോമ്പറ്റൻസി ഉള്ള ആളുകളും ഏതൊക്കെ സ്റ്റേജിൽ ഹയർ ചെയ്യണം തുടങ്ങിയ ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കണം. 5 വർഷത്തേക്കുള്ളത് 100% ക്ലാരിറ്റി ഒന്നും നമ്മൾ ആരും ഡിമാൻഡ് ചെയ്യുന്നില്ല. ബട്ട് അടുത്ത 1 വർഷത്തേക്കുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ആയിരിക്കണം. 5 വർഷത്തേക്കുള്ള നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാകാനും മറ്റൊരാളോട് പറയാനും നിങ്ങളുടെ ടീമിനോട് പറയാനും പറ്റുന്ന രീതിയിലുള്ള ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി നിങ്ങൾ നിങ്ങളുടെ കോർ ടീമിന് കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം, നിങ്ങളുടെ മാനേജേഴ്സിന് കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം, നിങ്ങളുടെ സ്റ്റാഫിന് മുഴുവൻ കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം. അവർക്ക് നിങ്ങളുടെ ട്രെയിനിങ്ങിലാവട്ടെ, നിങ്ങളുടെ മീറ്റിങ്ങിലാവട്ടെ ഈ സ്ട്രാറ്റജിക് വിഷനും സ്ട്രാറ്റജിക് പ്ലാനും കൃത്യമായിട്ടും അവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ലക്ഷ്യമുള്ളവൻ്റെ കൂടെയേ മറ്റൊരു ലക്ഷ്യമുള്ളവൻ കൂടുകയുള്ളൂ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇനിയും നിങ്ങൾക്ക് ക്ലാരിറ്റി വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് താഴെ കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. I will give you reply with videos.